വെൽക്കം ബാക്ക് ഗൈസ്. 2025 IPL സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇതിനോടകം തന്നെ ടീമുകൾ അവർക്ക് വേണ്ട റീപ്ലേസ്മെന്റ് സൈനിങ്ങുകളൊക്കെ നടത്തി തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള താരങ്ങളെയൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഇതുവരെ ടീമുകൾ നടത്തിയിട്ടുള്ള റീപ്ലേസ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ്. ആദ്യം സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. SRH ഇത്തവണ കേഴ്സിന് പകരമായിട്ട് വിയാൻ മിൽട്ടറിനെ സൈൻ ചെയ്തിട്ടുണ്ട്. 75 ലക്ഷം രൂപയ്ക്കാണ് വിയാൻ മിൽട്ടറിനെ അവർ സൈൻ ചെയ്തിരിക്കുന്നത്. കേഴ്സിന്റെ അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള പേസ് ജനറേറ്റ് ചെയ്യുന്ന ഒരു താരമല്ല മിൽട്ടറെങ്കിലും ഒരു മികച്ച മിഡിൽ ഓർഡർ ഓൾറൗണ്ടർ എന്ന ഗണത്തിൽ പെടുത്താവുന്ന ഒരു താരം തന്നെയാണ് മിൽട്ടർ. 75 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ഡീൽ തന്നെയാണ് താരത്തിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, പേസ് അത്ര ജനറേറ്റ് ചെയ്യുന്ന താരമല്ല മിൽട്ടറെങ്കിലും അദ്ദേഹത്തിന്റെ നല്ല സീം പൊസിഷനും അതോടൊപ്പം തന്നെ ബോളിനെ സ്വിംഗ് ചെയ്യാൻ സാധിക്കുന്ന കഴിവും ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന SRHന്റെ ഒരു ബാക്കപ്പ് പ്ലാൻ തന്നെയായിരിക്കും മിൽട്ടർ എന്നുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് DC പ്ലെയർ ആയിട്ടുള്ള ഹാരി ബ്രൂക്കിൻ്റെയാണ്. എല്ലാവരും അറിഞ്ഞിട്ടുള്ള ന്യൂസ് തന്നെ ആയിരിക്കും ഇത്. അദ്ദേഹം സ്വയമേ ഇത് വരാൻ പോകുന്ന IPL നിന്നും വിഡ്രോ ചെയ്യുകയായിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ട് നാഷണൽ ടീമിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അദ്ദേഹം വിഡ്രോ ചെയ്യുന്നതെന്നാണ്. BCCയുടെ പുതുക്കിയ നയം അനുസരിച്ച് IPL നിന്ന് വിഡ്രോ ചെയ്യുന്ന താരത്തിന്, ഇഞ്ചുറി മൂലമല്ലാതെ IPL നിന്ന് വിഡ്രോ ചെയ്യുന്ന താരത്തിന് 2 ഇയർ ബാൻ കൊടുക്കാനുള്ള സാധ്യതയുണ്ടെന്നല്ല 2 ഇയർ ബാൻ ഉണ്ടാവുമോ ഹാരി ബ്രൂക്കിനെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഹാരി ബ്രൂക്കിന് പകരക്കാരായിട്ട് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരുകൾ എന്ന് പറയുന്നത് ബ്രൈസ്വെല്ലാണ്, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാരിൽ മിച്ചലാണ്. ഡാരിൽ മിച്ചിലേക്ക് അവർ പോകുമെന്നറിയില്ല. കെയ്ൻ വില്യംസ് ഉണ്ട്, അതോടൊപ്പം തന്നെ താക്കും. ഈ 4 ഓപ്ഷനുകളാണ് കൂടുതലും പറഞ്ഞു കേൾക്കുന്നത്. നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് വെച്ചിട്ട് ഹാരി ബ്രൂക്ക് ആയിരിക്കും വരാൻ പോകുന്ന ഇംഗ്ലണ്ടിന്റെ വൈറ്റ് ബോൾ ക്യാപ്റ്റൻ എന്നുള്ള ഒരു ന്യൂസും പരക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്. അത് അങ്ങനെ തന്നെ വരാനാണ് സാധ്യതകൾ കൂടുതൽ. നെക്സ്റ്റ് എന്ന് പറയുന്നത് മുംബൈ ഇന്ത്യൻസ് ആണ്. പരിക്കേറ്റ ലിസാർഡ് വില്യംസിന് പകരം അവർ കോർബിനെ സൈൻ ചെയ്തിട്ടുണ്ട്. കോർബിനിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൾറൗണ്ടർ ആയിട്ടുള്ള താരമാണ്. സീമർ ആയിട്ടുള്ള ലിസാർഡ് വില്യംസിന് പകരം ഓൾറൗണ്ടറെ കൊണ്ടുവന്നിട്ടുണ്ട് അവർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് 2022 രാജസ്ഥാൻ റോയൽസിന്റെ റിസർവ് താരമായിരുന്നു കോർബിൻ. അതോടൊപ്പം തന്നെ ആ ഒരു സീസണിൽ നരാൻ കോട്ടർനെയിലിന് പകരമായിട്ടാണ് അവർ താരത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. MI കേപ്പ് ടൗണിന്റെ താരം കൂടിയായിരുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ആയിട്ട് നമ്മളിവിടെ പറയുന്നത് LSGയുടെ മാർഷിന് പരിക്കേറ്റിരിക്കുകയാണ്. നിലവിൽ ആ ഒരു റീപ്ലേസ്മെന്റ് സൈഡിലേക്ക് ഷോട്ടിനെ അവർ പരിഗണിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ PSL ഓൾറെഡി സൈൻഡ് ആണ് ഷോട്ട്. അതായത് IPL നടക്കുന്ന സെയിം ടൈമിൽ തന്നെ മെയ് തൊട്ട് ഏപ്രിൽ വരെ PSL നടത്താനാണ് ഇതുവരെ ഷെഡ്യൂൾ പ്രകാരം ഇരിക്കുന്നത്. അപ്പോൾ ആ സൈഡിലൊരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പോൾ മാർഷിനെ അവിടെ നിന്ന് വിട്ട് കിട്ടുമോ, എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല. മാർഷ് അവിടെ നിന്ന് വിഡ്രോ ചെയ്യുമോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. അവർ ആ റീപ്ലേസ്മെന്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ കമന്റ് അറിയപ്പെടുത്തുക. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ബോക്സിൽ തിരുത്തുക. ബൈ ബൈ.